ഭിന്നശേഷി കുരുന്നുകൾക്ക് പഠനത്തിനായി ഭിന്നശേഷി വിദ്യാലയം ഒരുക്കിയ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് നാടിനാകെ മാതൃകയാണെന്ന് മാണി സി കാപ്പൻ എം.എൽ.എ. പറഞ്ഞു. ഉരുളികുന്നം ഉദയ അംഗൻവാടിക്ക് സമീപം സ്ഥാപിച്ച ബഡ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി കഴിവുകളുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അവരുടെ കഴിവുകൾ പുറംലോകം അറിയുവാൻ ഇത്തരം വിദ്യാലയങ്ങൾ ആവശ്യമാണെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. ഈ ബഡ് സ്കൂളിനെ കുറിച്ച് ഞാൻ ഷാജിയോട് പറഞ്ഞു, എൻ്റെ ഫണ്ടിൽ 50 ലക്ഷം രൂപ ബാക്കിയുണ്ട്, ഏത് പ്രോജക്റ്റിന് വേണ്ടിയാണെന്ന് ഷാജി പ്രസിഡന്റ് ചോദിച്ചു പറഞ്ഞു. ഒരു ബഡ് സ്കൂൾ കൊണ്ടുവന്നാൽ വലിയ കാര്യമായിരിക്കും. നമ്മളെക്കാൾ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ സാമ്പത്തികമായല്ല, ആരോഗ്യപരമായി ശാരീരികമായി അത്തരം ആളുകളെ കൈപ്പിടിച്ച് വരുത്താനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ടൊരു ബഡ് സ്കൂൾ സ്ഥാപിക്കാൻ 50 ലക്ഷം രൂപ വലിയ കാര്യമായിരിക്കും. ഞാൻ അന്ന് തന്നെ അതിൻ്റെ ഓർഡർ കൊടുത്തു. പക്ഷെ ചില സമയമെടുത്തത് തീരാനും പിന്നെ ഉദ്ഘാടനം നടത്താനൊക്കെ സമയമെടുത്തു. അതുപോലെ തന്നെ എലിക്കുളം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വാഗത പ്രാസംഗികരെ പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ അനുവദിച്ചു. ഇപ്പം മാത്രമാണ് അതിന് ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിയത്. 4 വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് കഷ്ടം. ആദ്യമേ അവിടുത്തെ ഗാർഡൻ പഠനങ്ങളും അവിടെ കിടക്കുന്ന മറ്റ് വസ്തുക്കളും മാറ്റിക്കൊടുത്തില്ലേ ഇവർക്ക് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്ത് ചെയ്യാൻ പ്രൊസീജിയർ പറ്റുള്ളൂ പറഞ്ഞെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിന് നടപടി ഉണ്ടായില്ല. ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പണിത് വരുത്തുന്നതിൽ പഞ്ചായത്തിൻ്റെ വരുമാനം അതുപോലെ വർദ്ധിക്കുകയായിരുന്നു. അതാണ് ഷാജി ലക്ഷ്യം വെച്ചത്. ഏതായാലും അതിപ്പം താമസിയാതെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തൊട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തില് വയോജനങ്ങൾക്കായിട്ടുണ്ട്, ഭിന്നശേഷിയായിട്ടുണ്ട്, കലാമേള, കായികമേള എല്ലാം നടത്തുകയുണ്ടായി. ടൂർ പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി. നമുക്കറിയാം, ഭിന്നശേഷി കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അവരെ നമ്മുടെ കൂടെ തന്നെ നമ്മളെ നേർവഴിക്ക് നയിക്കാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ടൂർ പോയപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും എൻ്റെ മനസ്സിൽ കഴിഞ്ഞ വർഷം ടൂർ പോയ ഒരു പയ്യൻ അത് മരിച്ചുപോയി. ആ പയ്യന് എന്നോട് കൈ പിടിച്ച് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു അടുത്ത വർഷവും ഇതുപോലെ ടൂർ പോകണം. അപ്പോൾ മനസ്സിൽ നമുക്ക് ഓരോരുത്തരും ഒത്തിരി അനുഭവങ്ങളുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ഷാജി, അഖിൽ അപ്പുക്കുട്ടൻ, ഷേർലി അന്ത്യാംകുളം, പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് പെരുമനങ്ങാട്, ജെയിംസ് ജീരകം, വാർഡംഗം സിനി ജോയ്, ആശാമോൾ റോയ്, ദീപ ശ്രീജേഷ്, നിർമ്മല ചന്ദ്രൻ, യമുന പ്രസാദ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി പ്രിൻസി, പകൽവീട് ഭാരവാഹികളായ VP കൃഷ്ണൻകുട്ടി, ശശീന്ദ്രൻ നായർ, മടുക്കിലിക്കാട്ട് എന്നിവർ സംസാരിച്ചു. മാണി സി കാപ്പൻ MLA-യുടെ 50 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ബഡ്സ് സ്കൂൾ നിർമ്മാണം. i4 ന്യൂസ്, പാലാ.